കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഇവിടെ നിൽക്കുവാൻ അനുഗ്രഹം നൽകിയ മാതാവിനോടും ഈശോയോടും ഞാൻ കോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും ഇതുവരെ നടത്തിയ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ പേര് അമീറ്റ. ഞാൻ പുനലൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഒരു മർത്തോമ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ നവംബർ 2 2024 ഇവിടെ ആദ്യമായി കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തത്. ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് കൃപാസനത്തെ പറ്റി അറിഞ്ഞിട്ടുണ്ട്. അല്ലാതെ അതാണ് എനിക്ക് കൃപാസനത്തിനെ പറ്റിയുള്ള അറിവ്. പിന്നെ ഞാൻ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി പഠിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ പഠിക്കുന്ന സമയത്ത്, തൃശ്ശൂർ പഠിക്കുന്ന സമയത്ത് എനിക്ക് 1-2 വട്ടം മാതാവിൻ്റെ പത്രം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് കൃപാസന മാതാവിൻ്റെ വല്ലാത്തൊരു മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു അനുഭവം എനിക്ക് പലപ്പോഴായിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിത്തം കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ തുടങ്ങി. എനിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി. പഠിത്തത്തിന് വളരെയധികം തടസ്സങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ അതിന് മുന്നേ പഠിത്തത്തിന് വളരെയധികം തടസ്സങ്ങൾ പല സമയങ്ങളിലായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് പോയി അവിടെ ചെന്ന് പ്രാർത്ഥിക്കാം, മാതാവ് നമുക്ക് സഹായിക്കാതിരിക്കില്ല എന്ന് ഞാൻ വീട്ടിൽ പറയുകയുണ്ടായി. അങ്ങനെ ഞാനും എൻ്റെ മമ്മിയും എൻ്റെ പപ്പായും കൂടി നവംബർ 2 2024 ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി വലിയ അറിവുണ്ടായിരുന്നില്ല. യൂട്യൂബിൽ കണ്ടിട്ട് ഇവിടെ ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനത്തെ കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രം വേഗമായിട്ട് മാത്രമേ അറിയുകയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാം കണ്ടു, മനസ്സിലായി. ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന സമയത്ത് എനിക്ക് സ്ലോട്ട് കിട്ടി. എനിക്ക് മാതാവിനെ കിട്ടി. എനിക്ക് അറിയില്ലായിരുന്നു മാതാവിനെ കിട്ടിയാലുള്ള ഇമ്പോർട്ടൻസ് ഒന്നും അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീട് ഞാൻ പല സാക്ഷ്യങ്ങൾ പറഞ്ഞ് കേട്ട് തുടങ്ങിയപ്പോഴാണ് അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, എത്രമാത്രം അനുഗ്രഹമാണ് മാതാവിനെ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോയിട്ട് ആദ്യ സമയങ്ങളിൽ എനിക്ക് അലർജി കൂടുന്നതായിട്ടാണ് അനുഭവപ്പെട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താണ് ഇങ്ങനെ എന്ന് വിചാരിച്ചു. പിന്നീട് എനിക്ക് പലപ്പോഴായിട്ട് വചനം വായിച്ചപ്പോഴായിട്ട് എനിക്ക് മനസ്സിലായി, നമ്മൾ ദൈവത്തിൻ്റെ അടുത്തും കൂടുതൽ അടുക്കുന്ന സമയത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് ഞാൻ പുറകോട്ട് പോകാൻ ഞാൻ ഒരു രീതിയിലും തീരുമാനിച്ചില്ല. ഞാൻ ശക്തമായിട്ട് തന്നെ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ധ്യാനം കേട്ടു, ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ടു. അതുപോലെ തന്നെ ഓരോ സാക്ഷ്യങ്ങളും എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പഠിത്തം എക്സാമാണ്, പക്ഷേ എന്നാൽ പോലും ഞാൻ സാക്ഷ്യങ്ങൾക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തു. ഞാൻ എപ്പോഴും എനിക്ക് പഠിക്കുന്നതിനിടയ്ക്ക് തന്നെ ഞാൻ എപ്പോഴും യൂട്യൂബിലിരുന്ന് ഓരോ സാക്ഷ്യങ്ങളും കേൾക്കുമായിരുന്നു. ആക്ച്വലി സാക്ഷ്യങ്ങളിൽ നിന്നും ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ നിന്നുമാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പല കാര്യങ്ങൾ ഞാൻ പഠിക്കുവാൻ തുടങ്ങിയത്. അങ്ങനെ പതുക്കെ ഇവിടുത്തെ വെഞ്ചരിച്ച തൈലവും ഉപ്പുമൊക്കെ ഞാൻ ഉപയോഗിക്കുമായിരുന്നു. ഉപ്പ് ഞാൻ വെള്ളത്തിൽ കലക്കി കുടിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ അലർജി പതുക്കെ കുറയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. 2 ഗ്രൂപ്പ് 8 പേപ്പറാണ്. 8 പേപ്പറും ഒരു ദിവസം പോലും ഇടപെടാതെ വേണം പോയി എഴുതാൻ. അപ്പോൾ എനിക്ക് മുമ്പ് തന്നെ ഉറക്കം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, എങ്ങനെ ഞാൻ 8 പേപ്പർ പോയി എഴുതും. അപ്പോൾ എൻ്റെ ടീച്ചർമാരും എല്ലാം എന്നോട് ആദ്യം പറഞ്ഞു, 8 പേപ്പർ എഴുതുന്നത് റിസ്ക് ആണ്, ആലോചിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ ഇപ്പം വേണമെങ്കിലും ഒരു ഗ്രൂപ്പ് മാത്രം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ നിയോഗത്തിൽ വെച്ചത് ഞാൻ 8 പേപ്പറും എഴുതി പാസ്സാവണം എന്നാണ്. അതുകൊണ്ട് ഞാൻ പിന്നോട്ട് പോയില്ല, മുന്നോട്ട് തന്നെ പോവും. ഞാൻ എഴുതുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്തു. സത്യം പറഞ്ഞാൽ എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, മാതാവിൻ്റെ ഒരു ഗ്രേസ് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഈ 8 പേപ്പർ ഒരേ സ്ട്രെച്ചിൽ എനിക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന എനിക്ക് ആ 8 ദിവസം വളരെ ഭയങ്കരമായ ഒരു ശക്തി ലഭിക്കുകയും ഞാൻ അന്ന് 2-3 മണിക്കൂറാണ് ഞാൻ ഓരോ ദിവസം ഉറങ്ങുന്നത്. പക്ഷേ എന്നാലും ഞാൻ തളരാതെ എന്നും എനിക്ക് ട്രാവൽ ചെയ്ത് പോയി എക്സാം എഴുതാനുള്ളൊരു ശക്തി കിട്ടി. അങ്ങനെ ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ കാശുരൂപം കൈപ്പിടിച്ചുകൊണ്ടാണ് എക്സാം എഴുതിയത്. ഇതെല്ലാം ഞാൻ പഠിച്ചത് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ്. കാരണം ഒരുപാട് സ്റ്റുഡൻസിൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുമായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു കാശുരൂപം കൈപ്പിടിച്ച് ഉപ്പ് വിതറിയിട്ടൊക്കെയാണ് അവർ എക്സാം എഴുതിയിരുന്നത് എന്ന്. അപ്പോൾ ഞാൻ അതൊക്കെ ഫോളോ ചെയ്ത് ഞാൻ ഇരിക്കുന്ന സീറ്റിൽ ആദ്യമൊക്കെ എനിക്ക് തോന്നിയിരുന്നു ആൾക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കുമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട, എന്നെ നടത്തുന്നത് മാതാവാണ്, ആൾക്കാരെന്തും വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ഉപ്പിട്ട് എൻ്റെ കയ്യിൽ കാശുരൂപം വെച്ചിട്ടാണ് ഞാൻ നിറകയിൽ തൈലം പുരട്ടിയിട്ടാണ് ഞാൻ
ഓരോ എക്സാം എഴുതിയത്. അങ്ങനെ ഞാൻ എക്സാം എഴുതുന്ന പലയിടങ്ങളിലും സ്റ്റക്കാവുന്ന സമയത്ത് ഞാൻ ഈ കാശ് രൂപം ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മേളിൽ വെച്ച് ഞാൻ വിശ്വാസപ്രമാണം പറയും. സത്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല, അതുപോലെ എന്തെന്നില്ലാത്തൊരു ശക്തി എനിക്ക് ലഭിച്ച് എനിക്ക് പലതും എനിക്ക് എൻ്റെ സോൺ ഔട്ടായി പോകുന്ന പല കാര്യങ്ങളും എനിക്ക് കിട്ടി തുടങ്ങി. ഇപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് ടാലിയാക്കുന്ന കാര്യങ്ങളായാലും എവിടെയെങ്കിലും വെച്ചൊന്ന് പതറിപ്പോവുകയാണെങ്കിൽ ഞാൻ മാതാവിന് വിശ്വാസപ്രമാണം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എവിടെന്നെങ്കിലും അതിനൊരു ലൂപ്പ് ഹോൾ കിട്ടി. അങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴും തിരിച്ച് ആൻസർ ഷീറ്റ് കൊടുക്കുമ്പോഴും മാതാവിൻ്റെ വിശ്വാസപ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. അങ്ങനെ എക്സാം എല്ലാം എഴുതി കഴിഞ്ഞ് എനിക്ക് ഫെബ്രുവരി ആയിരുന്നു റിസൾട്ട്. എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് കിട്ടത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം 2 ഗ്രൂപ്പും ഫസ്റ്റ് അറ്റംപ്റ്റിൽ, അതും എന്നെപ്പോലെ കുറച്ച് അലർജിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് കിട്ടുക എന്ന് പറയുന്നത് അതിശയമാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് എന്തോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് കിട്ടും. കാരണം ഞാൻ ഇവിടെ ഈ ഫ്രണ്ടിൽ വന്നിരുന്ന് ഒരുപാട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പലപ്പോഴും എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ മാതാവിൻ്റെ സുഗന്ധതൈലം അഭിഷേകം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തോ മാതാവിൻ്റെ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ തന്നെ എക്സാം റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ സാക്ഷി എഴുതി. ഞാൻ എൻ്റെ ഡയറിയിൽ സാക്ഷി എഴുതി, ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്ന് പറയുന്നതെന്നൊക്കെ സാക്ഷി എഴുതി. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നോക്കാൻ അന്ന് അച്ഛൻ്റെ ധ്യാനമുള്ള ദിവസമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു റിസൾട്ട് വന്നു, എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി എന്തായി. ഞാൻ വിചാരിച്ചു ധ്യാനം അറ്റൻഡ് ചെയ്തിട്ട് എന്തായാലും നോക്കുന്നുള്ളെന്ന്. ധ്യാനം അറ്റൻഡ് ചെയ്ത് എൻ്റെ പപ്പയാണ് റിസൾട്ട് നോക്കിയത്. ഞാൻ 2 ഗ്രൂപ്പും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. അങ്ങനെ 8 പേപ്പർ ഒറ്റയടിക്ക് എഴുതി പാസ്സായത് വളരെ ഒരു അത്ഭുതമാണ്. മാതാവിൻ്റെ ഒരു കൃപയില്ലാതെ എനിക്ക് അത് ലഭിക്കില്ല. അത് കംപ്ലീറ്റ്ലി നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. അപ്പോൾ പിന്നീട് എനിക്ക് ഉണ്ടായ ഒരു രോഗസൗഖ്യമാണ്. എനിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് വയറുവേദന വരുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. എനിക്കതിന് മുൻപേ വയറുവേദനകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്താണിങ്ങനെയെന്ന് എനിക്കറിയില്ല. ഞാൻ മെഡിസിൻസ് ഒന്നും എടുക്കുന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇവിടുത്തെ തൈലം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വാസപ്രമാണം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. വെള്ളത്തിൽ ഉപ്പിട്ടിട്ടും ഞാൻ പ്രാർത്ഥിച്ച് ഞാനത് കുടിച്ചു. ആഹാരത്തിലും കുറച്ച് ഉപ്പിട്ടും അങ്ങനെ കഴിച്ചു തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് വയറുവേദന പൂർണ്ണമായിട്ട് മാറി. എക്സാമിൻ്റെ സമയത്ത് ഒരുപക്ഷെ ആ വയറുവേദന വന്നിരുന്നെങ്കിൽ എനിക്ക് എക്സാമിന് തടസ്സമായേനെ. പക്ഷേ എനിക്ക് വയറുവേദന ഒന്നും വന്നില്ല. പിന്നെ ഇന്നേ വരെ എനിക്ക് ആ ഒരു വയറുവേദന എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഞാൻ ഒരു മരുന്നും ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. മാതാവിൻ്റെ തൈലവും ഉപ്പും കൊണ്ട് മാത്രമാണ് എനിക്കത് പൂർണ്ണമായിട്ട് മാറി കിട്ടിയത്. മറ്റൊരു സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്, CMA എക്സാമിന് എല്ലാം കഴിഞ്ഞ് പ്ലേസ്മെൻറ്റ്, ജോലി കിട്ടാനുള്ള പ്ലേസ്മെൻറ്റിൻ്റെ ആയ സമയത്ത് ഞാനിവിടെ ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ്സ് വാങ്ങിച്ച് എനിക്ക് ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ച് ഒരു കാശ് രൂപം തന്നു. അപ്പോൾ ഞാൻ ആ വിശ്വാസത്തിൽ പ്ലേസ്മെൻറ്റ് അറ്റൻഡ് ചെയ്തു. ഓൺലൈൻ പ്ലേസ്മെൻറ്റ് സെക്കൻഡ് റൗണ്ടിൽ എനിക്ക് നല്ലൊരു MNCയിൽ ബാംഗ്ലൂർ എനിക്ക് അനലിസ്റ്റായിട്ട് ജോലി കിട്ടി. അതും കിട്ടിയതും 2 ദിവസമാണ് അവർ ഡോക്യുമെൻറ്റേഷനുള്ള സമയം തന്നത്, ഡോക്യുമെൻറ്റ് ഫില്ല് ചെയ്യാൻ. ആ 2 ദിവസം മാതാവിൻ്റെ സമയ ചുരുക്കത്തെയാണ് അത് കാണിക്കുന്നത്. മാതാവ് സമയ ചുരുക്കിയാണ് 2 ദിവസമാക്കി തന്നതും ആ സമയം ഞാനത് ഡോക്യുമെൻ്റ് ഓൺലൈനിൽ കാണാനും ഞാൻ ഫില്ല് ചെയ്യാനും ഇടയായത്. എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി, എനിക്ക് ഓഫർ ലെറ്ററും എല്ലാം. പൊതുവേ ഒരു MNCയിൽ ഒരു ഓഫർ ലെറ്റർ കിട്ടണമെങ്കിൽ സമയം എടുക്കും. പക്ഷേ എനിക്ക് 2 ആഴ്ച കൊണ്ട് എൻ്റെ ഡോക്യുമെൻറ്റേഷൻ, ഇൻ്റർവ്യൂ, ഓഫർ ലെറ്റർ എല്ലാം സാധിച്ചു കിട്ടി. എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതും കൃപാസന മാതാവിൻ്റെ സമയ ചുരുക്കത്തിൻ്റെ കാരുണ്യം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് എൻ്റെ പപ്പായ്ക്ക് ജോലിയുടെ തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് പപ്പയ്ക്കൊരു ജോലി, ഞങ്ങൾക്ക് ഗൾഫിൽ തന്നെ ഒരു ജോലി വളരെ അത്യാവശ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നിയോഗം വെച്ചു. എന്നിട്ട് ഞാനും എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. നവംബർ 2, 2024 നിയോഗം കൃപാസനത്തിൽ വന്നിട്ട് ഉടമ്പടി എടുത്തത്. ഞാൻ ഡിസംബർ പകുതിക്ക് മുന്നേ പപ്പായ്ക്ക് ജോലി കിട്ടണമെന്ന്, ഞാൻ ഗൾഫിൽ തന്നെ ജോലി കിട്ടണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചത്. അതും സമയ ചുരുക്കത്തിൻ്റെ മാതാവ് ഡിസംബർ പകുതിക്ക് മുന്നേ തന്നെ പപ്പയ്ക്ക് ജോലി കിട്ടി. പപ്പ ഗൾഫിൽ പോയി, പപ്പ ഇപ്പോൾ അവിടെയാണ് ജോലി ചെയ്യുന്നത്. അതും കൃപാസന മാതാവിൻ്റെ വലിയൊരു കരുണയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് ഞാൻ പഠിക്കുന്ന സമയത്തും എല്ലാം ഞാൻ ഡയറിയിൽ മാതാവിൻ്റെ വചനങ്ങൾ, ബൈബിളിലെ വചനങ്ങൾ ഞാൻ എഴുതുമായിരുന്നു. അതുപോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഞാൻ ഒരുപാട് വട്ടം എഴുതുമായിരുന്നു. പിന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന് ഞാൻ എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. പത്രപ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത്, ഞാൻ പ്രധാനമായിട്ടും ഗവൺമെൻറ് ആശുപത്രികളിൽ പോയിട്ടാണ് ചെയ്യുന്നത്. ഗവൺമെൻറ് ആശുപത്രി രോഗികൾക്കും അവിടെ അടുത്തുള്ള കടകളിലുമൊക്കെ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ ഈ ഓട്ടോക്കാർക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് അവരെന്നോട് ചോദിക്കുമായിരുന്നു, അവിടുന്ന് എന്ത് തരും ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ.
അവിടുന്ന് എന്ത് തരും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഇങ്ങനെ പറഞ്ഞു വിടുന്നതാണോ എന്നൊക്കെ ചോദിച്ച് ചിലരൊക്കെ പരിഹസിക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞത്, ഞങ്ങൾക്ക് വേറൊന്നുമല്ല കിട്ടുന്നത്, മാതാവിൻ്റെ കൃപയും അനുഗ്രഹവുമാണ് കിട്ടുന്നത് ജീവിതത്തിൽ. അതാണ് മുഴുവൻ കിട്ടിയത്. അപ്പോൾ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതെന്നും പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ സാക്ഷ്യം കേട്ട സമയത്ത്, പല സാക്ഷ്യങ്ങളും കേട്ട സമയത്താണ് ഞാൻ അറിഞ്ഞത്, വെറുതെ പത്രം കൊടുക്കുന്നതിലും നമ്മൾ എന്തെങ്കിലും പ്രത്യേകമായി ചെയ്ത് മാതാവിനെ പറ്റി പറഞ്ഞ് പത്രം കൊടുക്കുന്നതാണ് കൂടുതൽ അനുഗ്രഹമെന്നും മറ്റുള്ളവരെ അറിയിക്കാൻ നല്ലത് അതാണെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാൻ ഓരോ പത്രത്തിലും ഇവിടുത്തെ തൈലം പൂശി വിശ്വാസപ്രമാണം പറഞ്ഞിട്ടായിരുന്നു ഞാൻ പത്രം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഓരോ പത്രം ഓരോരുത്തർക്ക് കൊടുക്കുമ്പോഴും ഞാൻ ഇവിടെ കൃപാസന മാതാവിനെ പറ്റി പറഞ്ഞ്, ഇവിടുത്തെ അത്ഭുതങ്ങളെ പറ്റി പറഞ്ഞ്, നിങ്ങളുടെ ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വായിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ കൊടുക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഈ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ തന്നെ അവിടെ കടത്തിണയിലൊക്കെ ഇരിക്കുന്ന പാവപ്പെട്ട അപ്പച്ചന്മാർക്കൊക്കെ ഞാൻ പൊതു കെട്ടിക്കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീടിനടുത്ത് സ്നേഹതീരം എന്ന് പറഞ്ഞൊരു അമ്മമാർക്കുള്ളൊരു ആശ്രമമുണ്ട്. അപ്പോൾ അവിടെ വിളിച്ച് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് വിളിച്ച് ചോദിച്ച് ഞങ്ങൾ സാധനങ്ങൾ അതിനനുസരിച്ച് വാങ്ങിച്ച് അവിടെ കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഓൺലൈനിലൊക്കെ വരുന്ന ഓരോരുത്തരുടെയും, അപ്പം ക്യാൻസർ രോഗികൾ, മറ്റ് ട്രീറ്റ്മെൻ്റ് ഉള്ളവർക്കൊക്കെ അന്നൊക്കെ എന്നാലാവുന്ന സഹായം ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിലിരിക്കുന്ന പലരെയും സഹായിക്കുവാനും ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ബൈബിൾ വായനയും മുടങ്ങാതെ ബൈബിൾ വായിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ഒട്ടും മുടക്കിയിട്ടില്ല. കൃപാസനത്തിൽ വന്നേ പിന്നെ ഞങ്ങൾ പ്രധാനമായിട്ടും കുടുംബ പ്രാർത്ഥന ഞങ്ങൾ മുടക്കാറില്ല. അതുപോലെ തന്നെ മാതാവിനെയും കർത്താവിനെയും കൂടുതൽ അറിയുവാൻ ഞങ്ങൾക്ക് സാധിച്ചു, മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുവാൻ സാധിച്ചു. കുർബാന ഞങ്ങൾ മാക്സിമം പറ്റുന്നിടത്തോളം എല്ലാം ഞങ്ങൾ കുർബാന എല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുമ്പോഴായാലും ഞാൻ എൻ്റെ അടുത്തുള്ള പള്ളി ഏതാണോ അവിടെ പോയി ഞാൻ കുർബാന കൂടാറുണ്ട്. ഗ്രോട്ടോയിൽ പോയി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിർത്തിക്കൊള്ളുന്നു. നിൻ്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യേയുണ്ട്. സഫാനിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 17-ാം വചനമാണ്. പിന്നീടുണ്ടായിരുന്ന CMA പ്ലേസ്മെൻ്റാണ്. അതും ഇവിടെ വന്ന് പ്ലേസ്മെൻറ്റിന് മുൻപ് തന്നെ ജോസഫ് അച്ഛനെ കാണുകയും ബ്ലെസ്സിങ് മേടിക്കുകയും അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴിയാണ് ഈ മകൾക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ, അതായത് 2 ദിവസം കൊണ്ട് പോലും കൂടെ എല്ലാ പേപ്പേഴ്സും പെട്ടെന്ന് ഫോർവേഡ് ചെയ്യാൻ സാധിക്കുകയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വീണ്ടും ഈ മകൾക്ക് നല്ലൊരു പ്ലേസ്മെൻറ്റ്, അതായത് MNCയിൽ അനലിസ്റ്റായിട്ട് ബാംഗ്ലൂരിൽ തന്നെ ഒരു നല്ല ജോലി നൽകി അനുഗ്രഹിക്കുകയും ചെയ്തത്. അതും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹമാണ്, ഒരു കൃപയാണെന്നാണ് ഈ മകൾ കൂടുതൽ വീണ്ടും സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ മെറിറ്റല്ല, ബട്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. ഈശോയും അമ്മയും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അമ്മയുണ്ട് നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് എല്ലാം ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുവാൻ. അമ്മയാണ് നമ്മെ സംരക്ഷിക്കുന്ന അമ്മ. കൃപാസനം അമ്മയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയുടെ പക്കലേക്ക് കൊണ്ടുപോകുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 14-ാം വചനം പറയുന്ന പോലെ, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യുമെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും ആ ദൈവ സാന്നിധ്യമാണ് നമ്മളെ ധൈര്യപ്പെടുത്തുകയും എന്ത് പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള ആ ശക്തിയും ആ ബലവും നൽകുന്നത്. ഈ മകളുടെ ജീവിതത്തിലും കർത്താവായ ദൈവമാണ് വിജയം നൽകുന്ന യോദ്ധാവ്. ആ യോദ്ധാവിൻ്റെ അരികിൽ ഈ മകൾ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് വന്നു നിന്ന് സാക്ഷ്യം പറയുന്നത്. ഈ മകൾ ചെയ്യുന്ന ഓരോ കാരുണ്യ പ്രവൃത്തികളും, പ്രത്യേകിച്ചും പത്രം, പലപ്പോഴും പല വാക്കുകൾ കേൾക്കാൻ സാധിച്ചിരുന്നെങ്കിലും പക്ഷെങ്കിൽ ഒന്നും വകവയ്ക്കാതെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമുള്ള ഈ മകളുടെ തീഷ്ണത, അതും പിന്നെ പ്രാർത്ഥിച്ച് പത്രം കൊടുക്കുമ്പോൾ തൈലം തേച്ച് പ്രാർത്ഥിച്ച് ഓരോരുത്തർക്ക് കൊടുക്കുന്ന ആ തീഷ്ണതയാണ് ഈശോയ്ക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവം തരുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന ഒരു കാര്യം അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയുമാണ്. അങ്ങനെ ഈ മകൾ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനമെല്ലാം നല്ല ഭക്തിയോടെ വിശ്വാസത്തോടെ ചെയ്തുകൊണ്ട് ഫലമായിട്ടാണ് ഇന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ വരുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലും എന്തു തന്നെ പ്രശ്നമായാലും ബുദ്ധിമുട്ടുകളായാലും എല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. വിജയം നൽകുന്ന യോദ്ധാവ് നമ്മുടെ കൂടെയുണ്ട്. അതാണ് നമ്മുടെ ഉടമ്പടി ജീവിതം. ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ വിശ്വാസത്തോടെ നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അമിത മരിയയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.